അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 4-ാം ക്ലാസ്സിലെ ഇന്ന് നടന്ന ഫിഖ്ഹ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എളുപ്പമായിരുന്നോ? എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ എളുപ്പം തന്നെയാണ് പരീക്ഷ, അല്ലേ? 99% എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ നോക്കി റിവിഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അധികം ചോദിച്ചത്. അത് ഒന്നാമത്തെ മുത്തവസ്സിത്ത്. ഇതിലേതാ മുത്തവസ്സിതായ നജ്സ്? മൂത്രം. അടുത്തത് തഹൂർ, പുഴവെള്ളം. ത്വാഹിർ, ജ്യൂസ്. മുഗല്ലദ്, നായ. 2 കുല്ലത്ത് 200 ലിറ്റർ. ഇസ്തിൻജാ, ശൗചം ചെയ്യൽ. കണ്ടോ, മറ്റേ ചോദ്യം നമ്മൾ പറഞ്ഞതാ. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക്ക ഡാഷ്. അസ്വല എന്ന് മാത്രം എഴുതിയാൽ മതി, തുറക്ക വരെ കൊടുത്തിരിക്കണം ഇവിടെ, അസ്വല. അടുത്തത് ഹയലോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ എന്താണ്? ഹറാമാണ്. അടുത്ത് 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത മറ്റൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ഡാഷ്. എന്താ? മുഖഫഫായ നജിസ് അല്ലെങ്കിൽ ലഘുവായ നജിസ്. ഇതാണ് എഴുതേണ്ടത്, ലഘുവായ നജിസ് അല്ലെങ്കിൽ മുഖഫഫായ നജിസ്. 2 എഴുതിയാലും മാർക്ക് കിട്ടും. അടുത്തത് നായ, പന്നി എന്നിവയല്ലാത്ത ശവത്തിൻ്റെ തോല് ഊറക്കിടൽ കൊണ്ട് എന്താ? ശുദ്ധിയാവും. നമ്മൾ പഠിച്ചിരുന്ന ഊറക്കിടൽ കൊണ്ട് എന്നുള്ള എഴുതാനാണ് പഠിച്ചിരുന്നത്, പക്ഷേ ശുദ്ധിയാവും എന്നാണ് ഇവിടെ പരീക്ഷയ്ക്ക് വന്നത്. ശുദ്ധിയാവും. ഏതായാലും എളുപ്പം തന്നെയാണ്, ഓർമ്മയുള്ള കാര്യം തന്നെയാണ്. പിന്നെ അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി. കണ്ടോ, മിനൽ ഫവാഹിഷി, മിനൽ ഫവാഹിഷി. തൊഹൂറായ കണ്ട, നമ്മൾ പറഞ്ഞ അതേ ചോദ്യം. തൊഹൂറായ വെള്ളം ഞാൻ പറഞ്ഞിരുന്നു, ഇപ്രാവശ്യം തൊഹൂറാണ് ചോദിക്കാൻ സാധ്യത എന്ന് പറഞ്ഞു. അതേപോലെ ത്വാഹിർ ചോദിച്ചില്ലെങ്കിൽ തൊഹൂർ ചോദിച്ചു. എന്താ തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും, അങ്ങനത്തെ വെള്ളം. അടുത്ത് മുസ്താമലായ വെള്ളം എന്നാൽ എന്ത്? മുസ്താമലായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്താമൽ എന്ന് പറയും. അടുത്ത ചോദ്യം, എന്തുകൊണ്ടെല്ലാം ശൗചം ചെയ്യാം? ഉത്തരം വളരെ സിമ്പിളാണ്. തൊഹൂറായ വെള്ളം, നജിസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല്, ടിഷ്യൂ പേപ്പർ പോലെയുള്ളവ. ഇത്ര എഴുതിയാൽ മതി, അത് എഴുതിയാൽ തന്നെ അതിൻ്റെ ഉത്തരമായി. അടുത്തത് നിയ്യത്ത് വുളൂഇൻ്റെ ഫർളാണ്, അത് എപ്പോഴാണ് ചെയ്യേണ്ടത്? എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴാണ്? മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിലാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. പഠിച്ചില്ലേ? അടുത്തത് തെറ്റ് ശരിയാക്കാം. കാരണമില്ലാതെ വലത് കൈകൊണ്ട് ശൗചം ചെയ്യൽ ഹറാമാണ്, തെറ്റ്, കറാഹത്താണെന്നാണ് അല്ലേ? അടുത്തത് നിയ്യത്തോടു കൂടി ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് വുളു അല്ല കുളി. അടുത്ത റമദാനിലെ എല്ലാ രാത്രികളിലും കുളി നിർബന്ധമാണ്, നിർബന്ധമല്ല, സുന്നത്താണ്. അടുത്ത ചോദ്യം, കുളിയുടെ നിയ്യത്ത്. കുളിയുടെ നിയ്യത്ത് എന്താണ്? കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നോ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ കരുതുക. അടുത്തത് ഹൈള് എന്നാൽ എന്ത്? ഹൈള് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങൾ പുറപ്പെടുന്ന രക്തം. അടുത്ത നിഫാസ് എന്നാൽ എന്ത്? പ്രസവത്തിന് ശേഷം 15 ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തം. അടുത്ത് വളരെ സിമ്പിളായ ചോദ്യം, ഫുറൂലുൽ വുളുവും നിസ്കാരത്തിൻ്റെ നിർബന്ധമായുള്ള ഷർത്തും വേർതിരിക്കാൻ. വുളുവിൻ്റെ ഫർള് പെട്ടെന്ന് മനസ്സിലാവും എല്ലാവർക്കും അല്ലേ? ഒന്ന് മുസ്ലിം ആവുക, അതെന്താണ്? നിസ്കാരം നിർബന്ധമുള്ള ഷർത്താണ്. 2 കൈ മുട്ടുൾപ്പെടെ കഴുകുക, ഉറപ്പല്ലേ? വുളുവിൻ്റെ ഫർളാണ്. ബുദ്ധി ഉണ്ടാവുക, അത് നിസ്കാരത്തിന് നിർബന്ധമുള്ള ഷർത്താണ്. തല അല്പം തടവുക, അത് വുളുവിൻ്റെ ഫർളല്ലേ? പ്രായപൂർത്തിയാവുക, അത് ഇതിൽപ്പെട്ടാണ്. രണ്ടാമത്തെ തെർത്തീബ്, അത് ഇതിൽപ്പെട്ടാണ്. മുഖം കഴുകൽ, വളരെ സിമ്പിൾ ചോദ്യം. എല്ലാവർക്കും 50 മാർക്ക് കിട്ടട്ടെ. അസ്സലാമു അലൈക്കും.